നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് അത് ഇറാനിലേക്ക് തന്നെയാണ്. ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷസ്കിയനും അതുപോലെ തന്നെ സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ നടന്ന ഒരു ഫോൺ സംഭാഷണം. ഈ ഒരു ഫോൺ സംഭാഷണത്തിനിടയിൽ ഇസ്രയേൽ അമേരിക്കയെ ഈ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് രണ്ട് രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ പരസ്പരം ഫോണിലൂടെ സംസാരിച്ചിരിക്കുകയാണ്. ഇറാനിലേക്കുള്ള ഇസ്രയേലിന്റെ ആക്രമണം മുൻനിർത്തിക്കൊണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നാണ് ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷസ്കിയൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൗദിയുടെ അഭിപ്രായത്തിൽ സൗദി പറയുന്നത് സൗദി അറേബ്യ എന്നും ഇറാനിലെ ജനങ്ങൾക്കൊപ്പം, ഇറാനിലെ സഹോദരങ്ങൾക്കൊപ്പമാണ് ഉള്ളത് എന്നാണ് ഇവിടെ സൗദി പറഞ്ഞു വെക്കുന്നത്. അതായത് നയതന്ത്ര മാർഗത്തിലൂടെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നൊരു ഉറപ്പും സൗദി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയെ ഈ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വരാനായിട്ടുള്ള ഇസ്രയേലിന്റെ തന്ത്രം അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് സൗദി ഇപ്പോൾ ഇറാനോട് പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള കാറ്റ്സ് ഇറാന് മുന്നറിയിപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ആക്രമണം നിങ്ങൾ നിർത്തിയേ പറ്റൂ. ഇറാനോട് പറയുകയാണ്, ആക്രമണം നിങ്ങൾ നിർത്തിയേ പറ്റൂ. അതായത് നല്ല രീതിക്ക് ആക്രമണം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് ഡിഫൻസ് മിനിസ്റ്റർ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി ഒരു വാർണിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ആക്രമണം, ഇറാൻ ഇസ്രയേലിൽ നടത്തുന്ന ഈ ഒരു ആക്രമണം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ തെഹ്റാൻ ചുട്ട് ചാമ്പലാക്ക് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്നത്. ഇദ്ദേഹം ഇസ്രയേലിന്റെ ഡിഫൻസ് മിനിസ്റ്ററാണ്. നമുക്കറിയാം ഇദ്ദേഹം വളരെയധികം ഈ ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു മിനിസ്റ്ററാണ് ഈ കാറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. ഒരുപക്ഷെ ഇസ്രയേൽ കണക്ക് കൂട്ടിയതിലും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്നത്. ഇസ്രയേൽ ഒഫീഷ്യലായിട്ട് പറയുന്നത് ഏകദേശം 10 പേർ മരിച്ചു എന്നും 100-ലധികം പേർക്ക് പരിക്ക് പറ്റി എന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഘർഷത്തിൽ തീർച്ചയായിട്ടും ഇസ്രയേലിന് മാത്രമല്ല നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ മറുവശവും കൂടെ കാണേണ്ടതാണ്. ഇറാനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ തെഹ്റാനിലുള്ള ഓയിൽ ഫീൽഡുകൾ, അവിടെയെല്ലാം ഇസ്രയേൽ ആക്രമണം നടത്തിയതായിട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഓയിൽ ഫീൽഡുകളും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട്. ഷെഹ്റാൻ ഓയിൽ ഡിപ്പോ അത് ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട്. അതായത് തെഹ്റാനിലുള്ള ഓയിൽ ഡിപ്പോയാണിത്. അവിടെ ഇസ്രയേൽ ആക്രമണം നടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ തന്നെ സ്റ്റേറ്റ് മീഡിയ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവർ ഇപ്പോൾ പറയുന്നത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടമൊന്നും തന്നെ ഇറാന് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്നത് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ പറയുന്ന കാര്യങ്ങളാണ്. എനിക്കറിയാം ഇതിനു മുമ്പ് നടത്തിയ ആക്രമണത്തിൽ, അതായത് ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇറാന് വൻ നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇത് പുതിയ ആക്രമണത്തിൽ അധികം നാശനഷ്ടങ്ങളൊന്നും ഇറാന് സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഇടക്കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അറിയാം ട്രംപിന്റെ പ്രസ്താവന അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. അതിനാൽ തന്നെ ഈ ഒരു ട്രംപിന്റെ പ്രസ്താവന വളരെയധികം കാര്യമായി തന്നെ നമ്മൾ കാണണം. അദ്ദേഹം പറയുന്നത് ഇസ്രയേൽ ഇറാൻ പ്രശ്നം ഇപ്പോൾ വേണമെങ്കിൽ തീർക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇറാൻ ഇസ്രയേൽ പ്രശ്നം ഇപ്പം തീർത്തു തരാം എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ ഇസ്രയേൽ ഡീൽ നടത്താൻ എളുപ്പമാണ് എന്ന രീതിയിലൊക്കെ പുള്ളി പറയുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് പറയുന്നത് എന്നതൊന്നും നമുക്കറിയില്ല. എന്നാലും പുള്ളി ഇതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് പുള്ളി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ പങ്കും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയം ഉള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും മുന്നറിയിപ്പുമായിട്ട് ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ സഖ്യകക്ഷികളോ അമേരിക്കയോ ഇസ്രയേലിനെ സഹായിക്കരുത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഇറാന് ചുറ്റും നിരവധി അമേരിക്കൻ ബേസുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അവിടെ നിന്നുള്ള യാതൊരു സഹായവും അത് ഇസ്രയേലിന് കിട്ടരുത് എന്നുള്ള ഡയറക്റ്റ് വാർണിംഗ് ആണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും കുവൈറ്റ് ഉണ്ട്, ബഹ്റൈൻ ഉണ്ട് തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഈ അമേരിക്കയ്ക്ക്
മിലിറ്ററി ബേസുകളുണ്ട്. അതെല്ലാം തന്നെ ഇറാനെ സംബന്ധിച്ച് ഭീഷണി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, അതായത് ആ ഒരു കടലിടുക്ക് ക്ലോസ് ചെയ്യാനായിട്ടുള്ളൊരു ആലോചനയിലാണ് എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ, ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ ചെറിയൊരു കടലിടുക്കാണ് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. അതായത് ഒമാനും ഇറാനും ഇടയിലുള്ള ഏകദേശം ഒരു 32 കിലോമീറ്റർ മാത്രം വീതി വരുന്ന ഒരു പ്രദേശം മാത്രമാണിത്. അതായത് ലോകത്ത് ഏറ്റവും അധികം എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം എത്ര കണ്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കടലെടുക്കാണ് ഇറാൻ ഇപ്പോൾ അടച്ചുപൂട്ടാനായിട്ട് തയ്യാറെടുക്കുന്നില്ല, അവരങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ വാർത്ത വരുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനം, ഇത് ഇറാൻ എന്ത് തീരുമാനമെടുത്താലും അത് ലോക വ്യാപാരത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ഭാഗത്തുള്ള ഒരു തുറുപ്പ് ചീട്ട് തന്നെയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഇറാൻ ഒരു അപ്പർ ഹാൻഡ് നൽകുന്നുണ്ട് ഈ ഒരു കോൺഫ്ലിക്റ്റിൽ.